പ്രിയപ്പെട്ടവരെ, മലയാള സിനിമയുടെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അവാർഡിൽ അഭിനയത്തിന് ജൂറിയുടെ പ്രത്യേക പുരസ്കാരം നേടിയ സിജി പ്രദീപാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അഭിനന്ദനങ്ങൾ ജി പ്രദീപ്. നമ്മള് സാധാരണ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ പോലും ഒരു സെക്ഷൽ വർക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡ്രസ് കോഡും അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നാണ് പലരും പറയുന്നത്. അതെനിക്ക് പ്രഷറോടൊന്ന് പറയൂട്ടോ, അതെങ്ങനെ? തീർച്ചയായിട്ടും. അതായത് സെക്സ് വർക്കർ എന്നുള്ളൊരു ആള് ഒരു കഥാപാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ചില ഇടങ്ങളുണ്ട്. അവരെ പ്രതീക്ഷിക്കുന്ന ചില ഇടങ്ങളുണ്ട്, ചില സീനുകളുണ്ടാവും, ഷോട്ടുകളുണ്ടാവും. അവരെ കൊണ്ട് നമ്മള് ഇതൊക്കെ ആയിരിക്കും എന്ന് മലയാള സിനിമയിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ അതിനെ പൊളിക്കുകയാണ്. അങ്ങനത്തെ ഒരു എന്താ പറയാ, പ്രേക്ഷകരെ പുളകം പൊടിക്കുന്ന സീരിയലൊന്നും തന്നെ മനസ്സിലായിട്ട് ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ ആൾ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു വ്യക്തിക്കും ഇങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്കും ഒരു വ്യക്തിത്വം ഉണ്ട്, അവരുടെ ഉള്ളിൽ ശക്തിയായ ഒരു സ്ത്രീത്വം ഉണ്ട്. അതിനെയാണ് കാണിക്കാനാണ് മനുഷ്യരുടെ ശ്രമിച്ചത്. അപ്പോ സാധാരണ സോക്കോൾഡ് സെക്സ് വർക്കർ അല്ല സുഗന്ധി ഒരിക്കലും. ഒരു അതിജീവനത്തിന് സദാചാരം അങ്ങനെ മനഃപൂർവ്വമായിട്ട് സദാചാരക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത സിനിമയും അല്ല, അങ്ങനെയും അല്ല. അപ്പോ വേറൊരു വശമാണ് പറയാൻ ശ്രമിച്ചത്. ഒരു ഒഴുക്കാണ്, ഒരു ജീവിതത്തിന്റെ ഒരു ഒഴുക്കില് അവര് കണ്ടുമുട്ടുന്ന നമ്മള് ഒരിക്കലും കാണപ്പെടാതെ പോകുന്നൊരു വശം. മാഡം പറഞ്ഞൊരു പോയിന്റ് അതിൽ സത്യസന്ധയുണ്ട്. നമ്മളിങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ചില ഒരു ചെറിയൊരു ശതമാനം ന്യൂനപക്ഷം എന്ന് പറയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ പുളകം കൊള്ളിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന ശരിക്കും അങ്ങനെ പുളകം കണ്ടിരിക്കുന്നവർക്കൊരു എന്താ പറയാ, ഒന്നുകൂടെ ചിന്തിക്കാനുള്ള ഒരു ടൈം ഉണ്ടാവും. ഇതല്ല ഇനിയെങ്കിലും ഒരു പക്ഷെ ആലോചിക്കും. ആട്ടി ഓടിക്കുന്നവരും ഇങ്ങനെയുള്ള വിഭാഗം അവർക്കും ഒരു ജീവിതമുണ്ട്. അവര് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരാളും സമൂഹത്തിൽ ഒരാളും ഇങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കില്ലല്ലോ, ഒരിക്കലും ആഗ്രഹിക്കില്ല. ഒരു സ്ത്രീക്കും ആഗ്രഹിക്കാൻ പറ്റില്ല. അപ്പൊ അവർ എത്തിപ്പെടുന്ന കൃത്യമായ വഴികളോ അല്ലെങ്കിൽ കൃത്യമായ വഴികളെന്നല്ല പറയുക, അതിന് കൃത്യമായ കാരണങ്ങളുണ്ടാവും. വഴികളല്ല, കാരണങ്ങളുണ്ടാവും. അപ്പൊ ആ കാരണങ്ങൾ കാരണമാണ് അവർ എത്തിപ്പെടുന്നത്. അവിടെ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാനുള്ള വഴികൾ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായും അവിടെ നിന്ന് പുറത്തേക്ക് വരും. അല്ലാണ്ട് അതിനകത്ത് നിൽക്കാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പുറത്തേക്കും കൂടി വന്നൊരു സ്ത്രീയാണ് സുഗന്ധി എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ വഴിയിലൂടെയാണ് പോകുന്നത്. ജീവിക്കണം, അവർക്ക് ഒരിക്കലും മരിക്കണ്ടെന്ന് അവർക്കുണ്ട്. അവർക്ക് ആ ജീവിതം ആഘോഷപൂർവ്വം തന്നെ ജീവിക്കണം. എല്ലാ പൊള്ളത്തരങ്ങളും കണ്ട് അവർ ചിരിക്കുന്നുണ്ട്. ചിലര് കള്ളത്തരമാണ് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്ഥിതി പറഞ്ഞോളൂ, സുഗന്ധി പറയുന്നുണ്ട്, പറഞ്ഞോളൂ, കേൾക്കാൻ നല്ല രസമുണ്ടെന്ന് പറയുന്ന സന്ദർഭമുണ്ട് സിനിമയില്. അങ്ങനെ ഒരു ഇതാണ്. മാഡം, ഞാൻ ഈ മാഡത്തിനോട് അവാർഡ് ഈ ഇന്റർവ്യൂവിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഏറ്റവും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം, എനിക്ക് ഈ അവാർഡിൽ ഏറ്റവും ഒരു വിപ്ലവകരമായി തോന്നിയൊരു അവാർഡ് നളിനി ജമീലയ്ക്ക് വസ്ത്രാലങ്കാരം. മുൻപരിചയമില്ലാത്ത നളിനി ജമീലയ്ക്ക് ഞാൻ നളിനി ജമീലെ വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്. മാഡം നേരത്തെ പറയുകയും ചെയ്തു നളിനി ജമീലയുടെ ഒരു പുസ്തകം വായിച്ചു എന്ന് പറയും. എത്രത്തോളം ഒരു അതേ സെറ്റിലുണ്ടാവും നളിനി ജമീല, എത്രത്തോളം അവരുമായിട്ടുള്ള കോൺവെർസേഷനോ അവരുടെ ഒരു സാമീപ്യവും അല്ലെ അവരുമായിട്ടുള്ള ചർച്ചകളും ഈ കഥാപാത്രത്തെ സഹായിച്ചു അല്ലെങ്കിൽ ദോത്രം ചെയ്യാൻ, സുഗന്ധിയെ കുറിച്ചൊരു മനോഹരമാക്കാൻ എത്രത്തോളം കോൺട്രിബ്യൂഷൻ, എത്രത്തോളം താങ്കൾക്ക് ആത്മവിശ്വാസം നൽകി നളിനി ജമീല? ചേച്ചി ആദ്യത്തെ 2-3 ഷെഡ്യൂൾ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോ അതിന് മുമ്പ് തന്നെ, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഞാൻ ചേച്ചിയെ കാണുന്നത്. പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് ചെന്ന് ചേച്ചിയെ കാണുന്നത്. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി പുസ്തകം ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇനി ചേച്ചിക്ക് പരിചയമുള്ളതൊക്കെ എനിക്ക് പറഞ്ഞു തരും. ആ സമയം തൊട്ട്, അതായത് ചേച്ചി തുടങ്ങുന്ന സമയം തൊട്ട് എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്നും അല്ലെങ്കിൽ ആ സമയത്തുള്ള സാമൂഹിക അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ആദ്യം തന്നെ പറഞ്ഞു, ആദ്യത്തെ ചേച്ചിയുടെ അനുഭവം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ കാലിൽ ഉപദ്രവിക്കുന്നതും പോലീസുകാരെങ്ങനെയാണ് ഇവരെ ഉപദ്രവിക്കുന്നത് എന്നുള്ളതും പിന്നീട് ബാക്കിയുള്ളവരുടെ ഒരു ട്രീറ്റ്മെന്റും എല്ലാം ചേച്ചി പറഞ്ഞു. അതുപോലെ തന്നെ ആ കാലത്ത് ബ്ലൗസിൽ ഇടുന്ന ഡ്രസ്സിന്റെ സംഭവങ്ങൾ ചേച്ചി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബ്ലൗസിന്റെ കൈയിറക്കം, സാരിയുടെ ഇത് അത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നുവെച്ചാൽ അധികം രാത്രിയിലാണെങ്കിൽ നല്ല കളർ തീർച്ചയായും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറുള്ള വസ്ത്രങ്ങളായിരിക്കും രാത്രിയിലാണെങ്കിൽ അവരെ നിൽക്കുക, ക്ലയന്റിനെ നോക്കാനായിട്ട് നിൽക്കുക. പകലാണെങ്കിൽ അല്ലാതെ ലൈറ്റ് ഡ്രസ്സൊക്കെ ഇടും. ആ ചേച്ചി തന്നെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യും. അപ്പൊ അത് പിന്നെ പൂക്കളൊക്കെയുള്ള സാരികള് അധികം
വിലയുള്ള സാരികൾ വസ്ത്രങ്ങളല്ല അവർ ധരിക്കുക. അതേസമയം കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും അവർ ധരിക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേച്ചി ഉണ്ട് എന്താ കവറൊക്കെ മടക്കി ഇങ്ങനെ കഷത്ത് വെക്കുന്നവരുണ്ട്, ബാഗ് തൂക്കുന്നവരുണ്ട്, അങ്ങനെ കുറെ ഇതിൽ തന്നെ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ചില നടക്കുന്നത് ഫ്രീ ആയിട്ടായിരിക്കും, അവർക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അവരുടെ നടപ്പുകളും പെരുമാറ്റങ്ങളും ഒക്കെ ചേച്ചിയുടെ അനുഭവങ്ങൾ അങ്ങനെയാ പറഞ്ഞു. ചേച്ചിയുടെ അനുഭവങ്ങള് പുസ്തകത്തിനേക്കാൾ കൂടുതൽ ചേച്ചി സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന കമ്പനി ഹൗസിൽ അവിടെ താമസിച്ചിരുന്ന ബാക്കി സ്ത്രീകള്, അതിൽ ചിലരുടെയൊക്കെ ചേച്ചിക്ക് ഇഷ്ടമുള്ളവരുടെയും ഒക്കെ കൂട്ടുകാർ, വളരെ അടുത്ത സൗഹൃദങ്ങൾ അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നവര്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുമല്ലോ, അതിൽ നിന്ന് എല്ലാത്തിനും നമ്മൾ എടുക്കും. സുഗന്ധി അപ്പൊ പിന്നെ മണിച്ചേട്ടന്റെ സ്ക്രിപ്റ്റ് ഉണ്ട് എന്റെ കയ്യിൽ. അപ്പൊ മണിച്ചേട്ടൻ പറഞ്ഞ സുഗന്ധിയും ഈ ചേച്ചിയുടെ അനുഭവ പരിസരത്തും എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ എന്റെ സുഗന്ധിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മനസ്സിൽ അങ്ങനെ ഒരു കാൽക്കുലേഷൻ അതെ ഞാൻ സുഗന്ധിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ തന്നെ ഭാഷയുടെ ഒരു പൊളിച്ചെഴുത്ത് ചെറുതായിട്ടെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പലരും സിനിമ കണ്ടില്ല, ഭൂരിപക്ഷം ആൾക്കാർ സിനിമ കണ്ടില്ല. അതൊന്ന് ഭാരതപ്പുഴ ഇരട്ടിച്ചെഴുതുക അതങ്ങനെയല്ല, ഇത് ഭാരത പുഴയാണ്. ഇത് ഒരു ഒഴുകുന്ന ഒരു ഇതാണ്, രണ്ടും സെപ്പറേറ്റ് ആണ്, ഒറ്റയടിക്കുള്ള ഒരു സംഭവമല്ല. അതൊരു പ്രത്യേക ഒരു എന്താ പറയാ പുഴ ഒറ്റതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുഴ പോലെ ഒഴുകുന്ന ഒരു ജീവിതമാണ്. അതൊരു അരികു പറ്റി ജീവിക്കുന്ന ഒരു സ്ത്രീയിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെയാണ് ടൈറ്റിൽ. അപ്പൊ ആ ഒരു ഒഴുക്ക് അനദർ റിവർ എന്നാണ്, ഒരു വേറൊരു പുഴ എന്നുള്ളതാണ് അതിന്റെ. സുഗന്ധി ഒരു പുഴയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സുഗന്ധിയിലൂടെ ഒഴുകുന്ന കുറെ കഥാപാത്രങ്ങളിലൂടെ ചേർന്ന് അങ്ങനെയാണ്. കാരണം ഈ സുഗന്ധിയോടൊപ്പം തന്നെ സിനിമയിലുടനീളം ഒരു കഥാപാത്രമുണ്ട്, ഷാബു. സുഗന്ധി എവിടെയൊക്കെ ഉണ്ടോ ഷാബു ഉണ്ട്, ഷാബുവിന്റെ ഓട്ടോറിക്ഷയും ഉണ്ട്. അങ്ങനെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഓട്ടോറിക്ഷ പോലും അതിനകത്തൊരു കഥാപാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം എപ്പോഴും ഉണ്ട് ഷാബു. സുഗന്ധിയെ പരിചയപ്പെടുന്ന അവിടം തൊട്ട് എല്ലാ സുഗന്ധിയുടെ യാത്രകളിലും ഷാബു ഒപ്പം ഉണ്ട്. ഷാബു ഒന്നും ചോദ്യം ചെയ്യുന്നില്ല, സുഗന്ധി എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. അവർ തമ്മിലുള്ള സംസാരവും വളരെ കുറവാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഷാബു പറയുന്നുണ്ട്. സുഗന്ധിയുടെ ടെൻഷൻ സുഗന്ധി അങ്ങോട്ടും പറയുന്നുണ്ട്. ഒരിക്കലും അവർ തമ്മിൽ കെട്ടുപാടുകളില്ല. അപ്പോ അവർ തമ്മിൽ സൗഹൃദമാണോ പ്രണയമാണോ വേറെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമാണോ ഒന്നും റിവീൽ ചെയ്യില്ല. പക്ഷെ കാണുമ്പോൾ എപ്പോഴും സുഗന്ധിയുടെ കൂടെ ഷാബു ഉണ്ടെങ്കിൽ ഒരു ധൈര്യം എന്നുള്ള പോലെ സുഗന്ധിയുണ്ട്. അത് ആ സിനിമയുടെ എൻഡിലൊക്കെ വരുമ്പം ചോദിക്കുന്നുണ്ട്, ഒരു അവസാന നിമിഷത്തിൽ വരുമ്പോഴത്തേക്കും ഷാബുവും വലിയൊരു സമൂഹ ഓട്ടോ ഡ്രൈവർ ആണല്ലോ. അപ്പൊ ആളുടേതായ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ജീവിതത്തില്, സുഗന്ധി വേറൊരു തരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അവരെ തമ്മിൽ കോർത്തിണങ്ങാൻ പറ്റില്ല എന്ന് സുഗന്ധിക്ക് തന്നെ തോന്നുന്നുണ്ടാണ്. അതൊക്കെ അല്ലെ തലേ ദിവസം തന്നെ ഇതൊക്കെ സാധാരണ രീതിയിൽ സാധാരണ സിനിമയിൽ അപ്പം സ്ക്രിപ്റ്റ് കൊടുത്ത് അപ്പം വായിച്ച് പഠിക്കുന്നതിനേക്കാളും തലേ ദിവസം ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാണോ സിജി ഈ സിനിമയ്ക്ക് വേണ്ടി? സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് സാറ് വായിക്കാൻ തന്നു. ഞാൻ അവിടെ പോയിരുന്നു വായിച്ചു. അതിന് മുമ്പ് എന്തെങ്കിലും സാധാരണ ചില സിനിമകളിലേക്ക് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു അങ്ങനെയൊന്നും ഉണ്ടായില്ല. മനുഷ്യന് ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് മാക്സിമം പറ്റാവുന്നിടത്തോളം റെഫർ ചെയ്യാൻ പറഞ്ഞു, എവിടെയൊക്കെ എന്തെങ്കിലും. ഇപ്പൊ ഞാൻ ഈ നമ്മുടെ സാധാരണ സിനിമയിലുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉള്ള സിനിമകൾ ഞാൻ എടുത്ത് കണ്ടു നോക്കി. അതൊന്നും ആവരുതെന്ന് എനിക്ക് കൃത്യമായിട്ട് നിലപാടുണ്ടായിരുന്നു. കാരണം അങ്ങനെ അതുപോലെ അവർ ചെയ്ത പോലെ ഇവർ ചെയ്ത പോലെ ആവരുതെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സിനിമയിൽ ജസ്റ്റ് എല്ലാ സമയത്തും ഞാൻ ഞാൻ സാരി ഇങ്ങനെ കയ്യിൽ കുറുകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മണിച്ചേട്ടൻ പറഞ്ഞു, 1-2 സീനിൽ ഞാൻ അത് മനഃപൂർവ്വം അല്ല ചെയ്തത്, ഓൾറെഡി അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മണിച്ചേട്ടൻ പിന്നെ 2-3 സീൻ ഷൂട്ട് ചെയ്ത് പറഞ്ഞു, ഇത് കൊള്ളാം, നീ ഇത് വേണമെങ്കിൽ കീപ്പ് ചെയ്തോ, എപ്പോഴും ഇങ്ങനെ തന്നെ സാരി ഇട്ടോ എന്ന് പറഞ്ഞു. ഒരു ഒരു പ്രത്യേക രീതിയിൽ കഥാപാത്രം മാറിക്കോട്ടെ സുഗന്ധിയുടെ ഒരു ഇതായിട്ട് അങ്ങനെ ചില സാധനങ്ങളൊന്നും അല്ലാണ്ട് ഒന്നും നേരത്തെ സാരി വാർത്തകൾ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചില സാരിയുടെ ചില ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോ വരുന്നതാണ്. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു മാറ്റി ചെയ്ത് ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാവണം. അടയാളപ്പെടുത്തൽ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു. സിനിമ കണ്ടവര് പറഞ്ഞതാണ്, കണ്ടവരോട്. മാഡം ഇതിന്റെ അവാർഡ് കിട്ടിയതിന് ശേഷം മാഡം ഞാൻ 2-3 കമന്റ്സ് ഞാൻ മാഡത്തിന്റെ ചാനൽസിന് കൊടുത്തതുണ്ട്. ആ ടീമിനെ മാഡം വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ഞാൻ മണിലാലിനെ പറഞ്ഞു, നളിനി ജമീലിനെ പറഞ്ഞു, ബാക്കിയുള്ളവരെയൊന്ന് മാഡം എങ്ങനെയാണ് അവിടെ ഒരു കോൺട്രിബ്യൂഷൻ, എങ്ങനെയാണ് നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നത്, നിങ്ങളെ എവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് പറയും. ആദ്യം തൃശ്ശൂരിന്റെ എല്ലാ ഭാഗങ്ങളിലും ഭാരതപ്പുഴയുടെ തീരത്ത് അവിടെയുണ്ട്, കടലിലുണ്ടായിരുന്നു. അവിടെ എന്താ സ്നേഹതീരം അവിടെ ഉണ്ടായിരുന്നു.
പിന്നെ എല്ലാം ഷൂട്ടിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഒരു കുടുംബം പോലെയാണ് നിന്നിരുന്നത്. അതാണ് ഞാൻ പിന്നെ എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ 30 ദിവസം കൊണ്ടോ അവസാനിച്ച ഒരു സിനിമ അല്ല ഭാരതപ്പുഴ. 2 വർഷം എടുത്തു. 2 വർഷം 2 വർഷം കൊണ്ടാണ് അത് ചെയ്തത്. അതായത് ഒന്ന് ചില അവാർഡുകൾ കഠിനാധ്വാനത്തിന്റെ തീർച്ചയായും അതിൽ ഓരോരുത്തരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ ഒരു മെൻഷനെങ്കിലും നമുക്ക് കിട്ടി. മെൻഷൻ കിട്ടിയത് നമുക്ക് അത്ര ഇതുണ്ട്. കാരണം സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്റെ അത് മണിച്ചേട്ടൻ ഒരു ചെറിയൊരു ക്രൂ ആയിരുന്നു അതിനുണ്ടായിരുന്നത്. എന്റെ അസോസിയേറ്റ് ഡയറക്ടർ സുനിലേട്ടൻ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ സന്തോഷ് ഏട്ടൻ, ADS ആയിട്ട് വർക്ക് ചെയ്ത ആര്യ, നിതിൻ, പിന്നെ എഡിറ്ററായ വിനു, പിന്നെയുണ്ട് ADS. അവരെല്ലാവരും ഓരോരുത്തരും ഇതിന്റെ ഭാഗമായിട്ട് തീർച്ചയായും ആർട്ട് ചെയ്ത ആള്, മേക്കപ്പ് മാൻ രാധാകൃഷ്ണൻ ചേട്ടൻ, എല്ലാവരും സുനിൽ കൊച്ചാറേട്ടൻ്റെ ആള്, എല്ലാവരും ഒരുപോലെ നിന്നത് കൊണ്ടാണ്. കാരണം അതിന്റെ ഒന്നും നേരത്തെ കൂടി തീരുമാനിച്ച് ഇന്ന സ്ഥലത്ത് ഇന്നത് അങ്ങനെയൊന്നും അല്ല ചില സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വളരെ ടച്ചിങ് ആയ പൊളിറ്റിക് ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ ഷോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മണിച്ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അടുത്തതിന്റെ അവിടെ ഡയലോഗ് എഴുതി അടുത്തരും. അതെനിക്ക് ഏറ്റവും ഇതായിട്ട് ഞാൻ പറയുകയും ചെയ്തു. പെട്ടെന്ന് ഇങ്ങനെ മാറിയിരുന്നിട്ട്, അതായത് അതിനകത്തുണ്ട് നമ്മുടെ ജോസ് പൈമന്റെ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ അറിയാലോ, പ്രശസ്തനായ ഇൻസ്റ്റന്റ് നാടകത്തിന്റെ ആളാണ്. അപ്പൊ ചേച്ചിയുടെയും സാറിന്റെ അത് പൈമൻ സാറിന്റെ അടുത്തിരുന്നിട്ട് ആ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പോർട്ടന്റ് സീൻ, അതായത് സുഗന്ധിയുടെ പഴയ കാലം കൂടി ഓർത്ത് പറയുന്ന ഒരു സാധനം, ഒരു എന്താ പറയാ അഭിനേതാവായി നിന്നുകൊണ്ട് പറയുന്ന ഒരു സംഭവം. അവള് സ്വയം മറന്നുകൊണ്ട് പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അത് പൊയിറ്റിക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കുന്നത് നഗരം വെറുകൊണ്ടൊരു പുരുഷനാണ് അതെന്നെ ഇതൊക്കെ പറഞ്ഞു കഴിയുന്നത്. ഒറ്റയടിക്ക് ആൾ ഇങ്ങനെ ഭയങ്കര ചുറ്റും ബഹളമൊക്കെ ഉണ്ട്. ആൾ ഇങ്ങനെ ഇരുന്ന് എഴുതിയിട്ടാണ് ഒരു പാരഗ്രാഫ് എന്റെ കയ്യിൽ കൊണ്ട് തരുന്നത്. എന്നിട്ടാണ് അത് വായിച്ചു പറയുന്നത്. അപ്പൊ ആള് ചില സാധനങ്ങളൊക്കെ ആള് പെട്ടെന്ന് പെട്ടെന്നാണ് എഴുതുന്നത്. അതാണ് ശരിക്കും സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ ഡയലോഗുകൾ സ്പോട്ടിൽ എഴുതുന്നത്. അപ്പൊ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ സംസ്ഥാന അവാർഡ്. തീർച്ചയായും നിങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും ഒരുപാട് പേര് കാണുന്ന നിങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായും എനിക്ക് പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരെ ഒരുപാട് പേര് കാണണം, എല്ലാവരും ഈ സിനിമ കാണണം. എന്നാൽ മാത്രമാണ് ഇതിന്റെ ഒരു വിജയം ഉണ്ടാവുന്നത്. തിയേറ്റർ തുറക്കാൻ പോവാണ്. സുഗന്ധിനെ തിയേറ്ററിൽ തന്നെ കാണണം എന്ന് നിർബന്ധമുണ്ടോ തീർച്ചയായും പ്രേക്ഷകർ? ഓക്കെ. സുഗന്ധിനെ സിജി പറയുന്നത് ഭാരതപ്പുഴ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്നാണ്. നിങ്ങൾ ഓരോരുത്തരും സുഗന്ധിനെയും ഭാരതപ്പുഴയും ഈ ടീമിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി അതിന്റെ മനോഹരത നിങ്ങൾ കാണണം. അതിന്റെ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളുകയും വേണം. സിജി 13 സിനിമകളിൽ അഭിനയിച്ചു. 13ാമത്തെ ഒരു സിനിമയാണ് ഭാരതപ്പുഴയെ കുറിച്ച്. നിങ്ങൾ 13 സിനിമ അഭിനയിച്ചു. 13ാമത്തെ അല്ല, 9ാമത്തെ സിനിമയാണ്. 9ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. സിജിയുടെ ക്യാരക്ടറിനൊപ്പം ആദ്യത്തെ സിനിമ നന്ദകുമാർ കാവൽ സംവിധാനം ചെയ്ത ഏറനാടിൻ പോരാളി ആയിരുന്നു. എന്തായിരുന്നു കഥാപാത്രം? അന്ന് എന്തായിരുന്നു നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നാടകങ്ങളുണ്ട്, പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു നാടക പാരമ്പര്യ അഭിനയ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. തീർച്ചയായും അഭിനയ പാരമ്പര്യം അഭിനയ തിരുവനന്തപുരം റിസർച്ച് സെന്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ അഭിനയം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അല്ലാതെ ഫാമിലിയിൽ അഭിനേതാവെന്ന് പറയാൻ സ്കൂളിലും നാടകത്തിലും അങ്ങനെയൊക്കെ. സ്കൂളില് വിദൂരമായ ഓർമ്മയാണ്. 6ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുമ്പോ ഒരിക്കൽ അവിടെ സയൻസ് ഉദ്ഘാടനത്തിന് ഒരു ചെറിയ വേഷം ചെയ്യുക, ഒരു സ്കിറ്റ് പോലെ പ്ലാൻ ചെയ്ത ഒരു നാടകത്തില് എനിക്ക് ഇന്നും അത് ഓർമ്മയുണ്ട്. കാരണം 6ാം ക്ലാസ്സിലാണ്. അപ്പൊ കൃഷ്ണദേവി ടീച്ചറുണ്ട്, കൃഷ്ണകുട്ടി മാഷുണ്ട്. എനിക്ക് രണ്ടുപേരും ഓർമ്മയുണ്ടായത്. മാഷ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആളെ ഒരു വായ്ത്താരിയൊക്കെ ഉണ്ടായിരുന്നു നാടൻ പാട്ടിന്റെ. ആ വായ്ത്താരിയൊക്കെ പാടിയിട്ടാണ് അതായത് നല്ല കുട്ടികള് ചീത്ത കുട്ടികള്, അവിടെ ചീത്ത കുട്ടികൾ പെട്ടെന്ന് നല്ലതാവാൻ നോക്കുന്നത് ഒരു സന്യാസിയുടെ അടുത്ത് പോയിട്ടാണ്. അപ്പൊ സന്യാസി ആണെങ്കിൽ പൊള്ളത്തരാണ്. അയാൾ ഒരു അമ്മയെ നിർത്തുന്നുണ്ട്. അസുഖമായിട്ട് വന്നിട്ട് ഇയാളുടെ ഭസ്മം വാങ്ങിയിട്ട് സുഖമായി എന്ന് നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പോവാന്നുള്ളത്. അപ്പൊ ആ അമ്മയുടെ വേഷത്തിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അതായത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ അമ്മയുടെ വേഷത്തിൽ തന്നെ കുട്ടികളുടെ നാടകമല്ലേ, കുട്ടികളുടെ നാടകം ആകുമ്പോ അതിനകത്ത് ടീച്ചർമാര് ചെയ്യിക്കുന്നതാണ് കുട്ടികളെ. മേച്ചറായിട്ടുള്ള കഥാപാത്രം താങ്കൾക്ക് തന്നു. അതല്ലാതെ ഈ കോളേജിലെ സോണൽ മത്സരങ്ങളിലൊന്നും അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോഴത്തേക്ക് നാടകമില്ല. പിന്നെ അവിടെ യൂത്ത് ഫെസ്റ്റിവലിന്റെ തിരുവാതിര അങ്ങനെയൊക്കെയുള്ള ഡാൻസിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൂ. അഭിനയമില്ല. പക്ഷെ ആ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് എന്റെ സുഹൃത്ത് സ്മിത അബു വഴിക്ക് അഭിനയിലേക്ക് എത്തുന്നത്. അഭിനയിലേക്ക് എത്തിയിട്ടാണ് ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത്. ജി ശങ്കര പിള്ളയുടെ കറുത്ത ദൈവത്തെ തേടി എന്ന് പറയുന്ന നാടകം രാമാനുജൻ സാറ് ഡയറക്ട് ചെയ്തപ്പോ അതിനകത്ത് മെയിൻ വേഷം ചെയ്തുകൊണ്ട് അഭിനയിൽ വരുന്നത്. പിന്നെ അതൊരു വലിയ തുടക്കം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആദ്യം
പാദം തൊട്ട് തൊഴുത രാമാനുജൻ സാറിന്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നീട് ഒരുപാട് നാടകങ്ങളും ചെയ്യാൻ പറ്റി. അഭിനയത്തിന്റെ ലോകത്ത് ഞാൻ ആ കൈവച്ച് അനുഗ്രഹിച്ച അങ്ങേറ്റം അദ്ദേഹം മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചാണ്. എന്നെ ഞാൻ ഗുരുവായി കണ്ട എല്ലാവരും നല്ലത് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ഇപ്പൊ രാമാനുജൻ സാർ ജീവിച്ചിരിപ്പില്ല, വയലാർ സാർ ജീവിച്ചിരിപ്പില്ല, അല്ലാതെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ അഭിനയിലെ രഘുത്തമൻ സാറ് ആദ്യത്തെ ആ കർത്തദേവൻ കഴിയുമ്പോ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്ക് പറ്റൂ കേട്ടോ അഭിനയം, വേണമെങ്കിൽ തുടരാം എന്ന് പറഞ്ഞു. കാരണം അറിയില്ലല്ലോ, വീട്ടിൽ നിന്ന് ആദ്യമൊക്കെ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വീട്ടുകാർക്ക് താല്പര്യം കുറവായിരുന്നു, അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കഴിച്ചിട്ടും പറഞ്ഞു വേണമെങ്കിൽ തുടരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തുടർന്നു. അതുകൊണ്ടാണ് ഇവിടെ. പിന്നെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജ്യോതിഷൻ ജി, ദീപൻ ശിവരാമൻ, അങ്ങനെ എല്ലാവരും. ഒരുപാട് ഫസ്റ്റ് സിനിമയെ കുറിച്ച് എന്താണ് ഓർമ്മകൾ? ആദ്യമായി ഇങ്ങനെ മേക്കപ്പ് ഇട്ടപ്പോഴും ഈ ക്യാമറയുടെ മുമ്പിൽ ആദ്യം നിന്നപ്പോ പതർച്ച എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തും കൈരളിയില് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പനോരമയില് മോർണിംഗ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ക്യാമറ പേടിയില്ല. പിന്നെ പ്രശ്നത്തിൽ ഇറങ്ങിയല്ലേ, പേടിയൊന്നുമില്ല. പിന്നെ ആരെങ്കിലും നിന്നിട്ടല്ലേ, ആരെങ്കിലാണല്ലോ ആദ്യം. നമ്മൾ അരങ്ങി നിൽക്കുന്ന ആൾക്ക് പേടി വരില്ലല്ലോ. അപ്പൊ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പട്ടാമ്പി കൈരളിയിലെ ആങ്കർ ആയിട്ടുണ്ട്. അതിന് പിന്നെ കൈരളിയല്ല, മനോരമ ടിവിയാണ് ചെയ്തത്. പിന്നെ നാടകം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ക്യാമറയും ഇതൊന്നും ഒരു പുതുമയല്ലായിരുന്നു. ആദ്യത്തെ സിനിമ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു പുതുമ പേടിയുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. വേർക്കാനും ഡയലോഗ് മറക്കാനും അങ്ങനത്തെ അനുഭവം അങ്ങനെ. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു പേടി വരാത്തതിന് കാരണം നമ്മുടെ തട്ടകം അരങ്ങാണല്ലോ. നാടകത്തിന്റെ തട്ടകം അത്രയും വലിയ ഡയറക്ടേഴ്സിനോടൊപ്പം അവരുടെ ശിക്ഷണം സ്വീകരിച്ചിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പേടി വരില്ല. വരുമോ? പേടിക്കണ്ടല്ലോ. നമ്മളപ്പോ എപ്പോഴും എനിക്ക് തോന്നുന്നു സിനിമ ഇത്ര വന്നപ്പോൾ 10-12 സിനിമയിൽ അഭിനയിച്ചപ്പോഴും നാടകം എപ്പോഴും വികാരമായി കൊടുക്കും. തീർച്ചയായും നാടകം എപ്പോഴും വികാരം തന്നെയാണ്. നാടകംകാരോട് ആരോട് ചോദിച്ചാലും, നാടകത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയും നാടകം ഒരു ഇഷ്ടമാണ്. അതൊരു വേറൊരു ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാടകം ഇപ്പൊ സിനിമ നമ്മള് കുറച്ച് ഇപ്പൊ ഒരു സീനൊക്കെ അഭിനയിക്കാൻ വരുന്നവരുണ്ട്. ഇപ്പൊ 2 സീനുണ്ട്. അപ്പൊ ഒരു കുഞ്ഞു കഥാപാത്രം കൊണ്ട് പോകും. നാടകത്തിനകത്ത് ഒരു മൂലയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും റിഹേഴ്സൽ തുടങ്ങുന്ന അന്ന് തൊട്ട് നാടകം തട്ടേ കയറുന്ന അന്ന് വരെയും അത് കഴിഞ്ഞ് ഇനി അടുത്ത വരന്നിട്ടും ഒക്കെ എന്ത് ചെയ്യും, ഒരുമിച്ചുണ്ടാവും. ഒരു കുടുംബം പോലെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കൂട്ടായ്മ, ഒരു സ്നേഹം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടാവും. ശരി, സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. ഞാൻ ശരാശരി സിനിമ ആസ്വാദകനാണ്. ഈ നാടകങ്ങളൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനുബന്ധിച്ച ടെലിഫിലിമുകൾ കുറച്ച് ഫിലിം ഞാൻ സിജി ആദ്യമായിട്ട് കാണുന്നത് ഇളയരാജ എന്ന പടത്തിന്റെ പോസ്റ്ററിലാണ്. ആ സിനിമ ഒരു എനിക്കൊന്ന് വലിയൊരു കൊമേഴ്ഷ്യൽ, അത്രയും എങ്ങനെയായിരുന്നു ആ സിനിമയെ കുറിച്ച്? അത് നായകൻ പ്രത്യേക എങ്ങനെ അതിനെ കുറിച്ചൊന്ന് പറയും. ഇളയരാജ പ്രേക്ഷകർക്കും കുറച്ചുകൂടെ ഇളയരാജയുടെ നായികയായിരുന്നു കേട്ടോ. ഇളയരാജയുടെ നായികയാണ് എന്റെ അടുത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ സിനിമയുടെ നിങ്ങളുടെ നായകനെ കുറിച്ചൊന്ന് പറയുമോ? അതിന്റേട്ടൻ ഇന്നും എന്റെ സുഹൃത്താണ്. ഇപ്പോഴും ഒരു മെസ്സേജ് അയച്ചാൽ കുറച്ച് നിമിഷത്തിനുള്ളിൽ അല്ലെങ്കിൽ പിറ്റെന്നെങ്കിലും ആള് മെസ്സേജ് ചെയ്യും, റിപ്ലൈ ചെയ്യുന്ന ഒരു ആളാണ്. ആ ഒരു സൗഹൃദം ഇന്നും ഉണ്ട്. നല്ലൊരു ശരിക്കും ഒരു പേടിയുണ്ടല്ലോ. ഞാൻ ചെയ്യുന്ന കൊമേഴ്സ് ഇത്രയും താരങ്ങളുള്ള ഒരു സിനിമ ഇളയരാജ തന്നെയായിരുന്നു. അപ്പൊ അശോകൻ ചേട്ടനുണ്ട്, അജയൻ ചേട്ടനുണ്ട്. അജയൻ ചേട്ടൻ ആദ്യം തന്നെ കംഫർട്ടബിൾ ആക്കി നമ്മള്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മള് തെറ്റിച്ചറിയുന്നത്. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ അജയൻ ചേട്ടൻ ആദ്യത്തെ തീർച്ചയായും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്തേക്ക് ഞാൻ എത്തിപ്പെടുന്നതും ജോസ്പി തന്നെയാണ്. ജോസ്പി റാഫേലാണ് അതിനകത്തേക്കും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ മാധവ് സാർ പറഞ്ഞു, ഞങ്ങൾ ആദ്യം ആലോചിച്ചത് ഒരു ഫേമസ് ആയി ഒത്തിരി അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടിയെ കൊണ്ടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ അത്രയധികം സ്റ്റാർ വലിയ ഇതൊന്നും ഇല്ലാത്ത എന്നാൽ കഥാപാത്രമായിട്ട് നന്നായിട്ട് ചേരുന്ന ഒരാളെ നോക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് സിജിയുടെ ജോസ്പി സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു. അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കഥാപാത്രം ചെയ്യുന്നത്. അപ്പൊ ചെയ്തു തുടങ്ങിയപ്പോഴും സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര ജോളിയായിട്ട് ചെയ്തൊരു സംഭവമാണ്. കാരണം അജയൻ ചേട്ടൻ എല്ലാരും തമാശയാണല്ലോ അവിടെ. മഴയൊക്കെ പെയ്യുമ്പോ ശശിയേട്ടാണ്, കാരണം ചെയ്യിക്കുന്നത് ശശിയേട്ടനാണ്. അപ്പൊ മഴയ്ക്ക് പിന്നെ ഞങ്ങള് ശശി ഇതൊക്കെ ആയിരുന്നു ആ ഇതിൽ പറഞ്ഞത്. ജോളി മൂടായിരുന്നു. ആദ്യ സിനിമ. പിന്നെ ലൂമിയർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പിന്നെ VR ഗോപിനാഥ് സാറിന്റെ ദേവസ്പർശം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് ശരിക്കും അതിലും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോൾ തന്നെ ആയിരുന്നു. കാരണം 70 വയസ്സുള്ള ഒരു അമ്മയുടെ വേഷമായിരുന്നു ഫുൾ. അതായിരുന്നു അമ്മയുടെ കഥയാണത്.
അതുപോലെ ആ അമ്മയ്ക്ക് ഏജ് വേരിയേഷനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുറച്ച് ഭാഗങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തൊരു വേഷമായിരുന്നു ദേവസ്പർശം. അതെനിക്കൊണ്ട് വേണ്ടത്ര ഒരു എന്താ പറയാ, ഇതുപോലെ എന്നെ മീഡിയ ഇതൊന്നും കിട്ടിയാതെ പോയതുകൊണ്ടാരും അങ്ങനെ അറിയണ്ടായിരിക്കില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. പിന്നെ സുവർണ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് സുനിൽ പൂവേലി ചെയ്തൊരു സിനിമയിലെ ആങ്കറുടെ വേഷം, അത് ശരിക്കും പറഞ്ഞാൽ എന്നോട് പറയുന്നത് തന്നെ ഒരു നല്ല ഉടനീളമുള്ള ഒരു കഥാപാത്രം. ഒറ്റ ദിവസം ഒരു തിയേറ്ററിൽ നടക്കുന്ന ഒരു കഥയാണല്ലോ. അപ്പൊ അത് ഈ മലയാള സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ കുറച്ച് സിനിമകളിൽ എനിക്ക് അത് കഴിഞ്ഞ് തമിഴിലേക്ക് ഒരു ചാട്ടുണ്ട്. അങ്ങനെ വല്ല മോഹങ്ങൾ അടുത്ത് തമിഴ് സിനിമ ചെയ്യണമെന്ന് സത്യം പറഞ്ഞ ആഗ്രഹമുണ്ട്. തീർച്ചയായും. അപ്പൊ നാളെ ഒരു നയൻതാര അസിൻ എന്നുള്ള മേഖലയിലേക്ക് ഈ പേരും സിജിയുടെ പേരും വന്നിരിക്കുക. സിജി അതിനേക്കാളും അല്ല അങ്ങനെ തമിഴ് സിനിമ എനിക്ക് ഇഷ്ടമാണ്. കാരണം തമിഴ് കംഫർട്ടബിൾ ആണ്. നിങ്ങൾ തിരുവനന്തപുരത്തുകാരല്ലേ, തമിഴ് കംഫർട്ടബിൾ അല്ലേ? തിരുവനന്തപുരത്തുകാരും തമിഴില്ലേ, അങ്ങോട്ടാണ്. തമിഴ് എനിക്ക് ഇഷ്ടമാണ്. തമിഴ് സംസാരിക്കാനും എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ട നടൻ ആരാ? ഇഷ്ടം നടൻ അങ്ങനെ ഒരാളെ ചോദിച്ചു ബുദ്ധിമുട്ട്. കമലഹാസനെ തൊട്ട് എല്ലാവരും ഇഷ്ടമാണ്. ശിവാജി ഇഷ്ടമാണ്. സിജി, ഞാനിപ്പോ പറഞ്ഞത് ഈ സിനിമയെ കുറിച്ച് പറയുന്ന കാര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലത്തെ ഈ അവാർഡ് കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത് സ്ത്രീപക്ഷമായിട്ട് നിന്നിട്ടുള്ള ഒരു അവാർഡ് നിശ്ചയമായിരുന്നു. സ്ത്രീയായിരുന്നു ജൂറി ചെയർപേഴ്സൺ. ആദ്യമായൊരു ദളിത് വനിത ജൂറി അംഗമായി മാറി. സ്ത്രീപക്ഷ സിനിമകൾക്ക് തന്നെ കുറച്ചുകൂടെ ഇത് കൊടുത്ത്, അങ്ങനെ കൂടുതൽ സ്ത്രീപക്ഷ സിനിമകൾ വരുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് കൂടുതൽ? നേരത്തേക്ക് ഹീറോ ഓറിയന്റഡ് സിനിമ മാത്രമായിരുന്ന കാലഘട്ടത്തിൽ ഇപ്പം അങ്ങനെ സിനിമ എടുക്കുന്ന കുറെ പേര് വരുന്നുണ്ടോ? എന്താണ് അതിനൊക്കെ? അല്ല, ഞാൻ പറയുന്ന അങ്ങനെ ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുമ്പോൾ വരട്ടെ, എല്ലാ സമയത്തും നമുക്ക് ഇത് വേണ്ട. പക്ഷ സിനിമ എന്നുള്ളതല്ല, സ്ത്രീകൾക്കും ഇമ്പോർട്ടന്റ് കഥാപാത്രങ്ങളുള്ള സിനിമ. ചിലപ്പോ മിക്കവാറും നമ്മള് മലയാള സിനിമകളിലായാലും എല്ലാ സിനിമകളിലായാലും ഹീറോയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. വളരെ റയറായിട്ടല്ലേ നായികമാര് മുഴുവനീളം നിൽക്കുന്ന ഒരു സിനിമകളുള്ളൂ. അപ്പൊ അങ്ങനത്തെ സിനിമകൾ വരട്ടെ. ഹീറോയെ പോലെ തന്നെ നടിമാർക്കും, അല്ലെങ്കിൽ നടിമാരെന്നുള്ളതല്ല, നായികമാർക്കും ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകൾ വരുമ്പോ നമ്മളെ പോലുള്ള മീൻസ് അഭിനേത്രികൾക്ക് അതൊരു വലിയ കാര്യമല്ലേ, നമുക്കും ചാൻസ് കിട്ടുക എന്നുള്ളത്. അത് മാത്രമല്ല, അങ്ങനെ സമൂഹത്തിൽ എപ്പോഴും എല്ലാം പുരുഷന്മാർ മാത്രമല്ലല്ലോ ഹീറോ, സ്ത്രീകളും ഹീറോയാണ്. ഹീറോയിൻ എന്നല്ല, ഹീറോ ആണല്ലോ. സ്ത്രീകളും ഹീറോയാണ്. അപ്പം രണ്ട് വിഭാഗക്കാരുടെയും വരട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. സിജി, ഒരു ചോദ്യം കൂടെ, സിനിമയുടെ അവസാന ചോദ്യം. ഇതൊരു ഉത്തരവാദിത്വം കൂടെ അല്ലേ സിജിക്ക്? അതെങ്ങനെ കാണുന്നു? അത് കാരണം നാളെ സിജിക്ക് ഓടിപ്പോയി ഇങ്ങനെ ഒരു വെറുതെ റോള് കിട്ടിപ്പോയി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്ത് അവാർഡ് കിട്ടി നടിയല്ലേ, ഇത്രേ ഉള്ളൂ എന്നൊക്കെ അവർ ചോദിക്കും. പെർഫോമൻസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ. തീർച്ചയായും അതൊരു വലിയ ചോദ്യം തന്നെയാണ് ശരിക്കും. ഇനി ഒരു കഥാപാത്രത്തെ ഞാൻ സ്വീകരിക്കുമ്പം ഒരുപാട് ഞാൻ ആലോചിക്കണം എന്നുള്ളതല്ല, ഞാൻ അങ്ങേറ്റം നന്നായിട്ട് ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുക. അത് ചെയ്യണം. കാരണം എനിക്കറിയാം ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ട് ഇനി അടുത്ത സിനിമ വരുമ്പോൾ തീർച്ചയായും ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രേക്ഷകര് നോക്കുന്നുണ്ടാവും. ഇനി ഈ കഥ, അല്ലെങ്കിൽ അത് മാത്രമാണോ സിജി എന്ന നടിക്ക് ചെയ്യാൻ പറ്റുന്നത്? വേറൊരു വേഷം കൊടുത്താൽ സിജിയെ കൊണ്ട് പറ്റില്ലേ എന്നുള്ളത്. അപ്പൊ എനിക്ക് തെളിയിക്കണം, അല്ല ഏത് വേഷം തന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അംഗീകാരത്തെ ഞാൻ എനിക്ക് എന്റെ മുന്നോട്ടുള്ള അഭിനയ ജീവിതത്തിലെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ കുറച്ച് അത് കൂട്ടുന്ന ഒരു പണി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനമായിട്ട് ചോദിച്ച ചോദ്യം നേരത്തെ ചോദിച്ചാൽ മരം ചുറ്റി പ്രണയം മാത്രം പോരാ സിനിമകൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. ഞാൻ പേപ്പറിൽ കണ്ടൊരു കാര്യം കേട്ടോ. സിജി ഒരു സിനിമാ നടി മാത്രമല്ല, മികച്ചൊരു കർഷക കൂടിയാണ്. മികച്ച കർഷക വെറുതെ പറയുന്നല്ല, അവാർഡ് കിട്ടിയതാണ്. പഞ്ചായത്തിന്, മുരിയാട് പഞ്ചായത്തിന്റെ അവാർഡ് കിട്ടി. സിജി എന്തൊക്കെയാണ് കർഷക, അതിൽ പാഷനാണ് കർഷക തിരക്കിനിടയിൽ എങ്ങനെയൊക്കെ? കൃഷി പാഷൻ ആയത് എന്റെ ഭർത്താവാണ് പ്രചോദനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ് എഡിറ്ററാണ്, അതെ ഗൾഫിലാണ്. പക്ഷെ ആൾക്ക് 2 മാസത്തെ ലീവിനാള് വരുമ്പോ ആള് ശരിക്കും മുണ്ടെടുത്ത് പാടത്തുണ്ടാവും, അല്ലെങ്കിൽ വളപ്പിലുണ്ടാവും. ഒരിക്കലും ആള് വൈറ്റ് കോളർ ജോബ് എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ആള് എപ്പോഴും വന്നു കഴിഞ്ഞാൽ അപ്പൊ അതേ ആള് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ എല്ലാ കാര്യത്തിലും എനിക്ക് ആളോടൊപ്പം നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, സന്തോഷമാണ്. അപ്പൊ ഞാനും ആളോടൊപ്പം കൂടി. അത് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഇറങ്ങുമ്പോൾ മമ്മൂട്ടി കൃഷി ചെയ്ത് ഭയങ്കര പേരുണ്ടാക്കി, ശ്രീനിവാസൻ കൃഷി ചെയ്ത്, അങ്ങനെ വല്ല ഇതുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു സന്തോഷമുണ്ട്. കാരണം ഓൾറെഡി ഇപ്പൊ ഇവിടേക്ക് ഞാൻ ഇരിങ്ങാലക്കുടയിലേക്ക് വരുന്ന സമയത്ത് മോള് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഈ ഒരു സ്ഥലം നമ്മുടെ ട്രിവാൻഡ്രം, ഞാൻ എന്റെ സ്വദേശം ട്രിവാൻഡ്രാണ്. അപ്പൊ അതുപോലെ ഒരു സിറ്റി ഏരിയ ഒന്നും അല്ല, നല്ല ഗ്രാമമാണ് ഇവിടെ. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ വല്ലാതെ ഡിപ്രഷൻ ആവുമല്ലോ. കാരണം ഇത്രയും ഇതൊക്കെ മീഡിയ അങ്ങനെയൊക്കെ നിന്നിട്ട്
ഒതുങ്ങി പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനൊരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന, എനിക്ക് സ്വയം സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണ് ശരിക്കും തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ ഇതൊരു ശരിക്കും കാർഷിക ഇതായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഗ്രാമം തന്നെയാണ് ആനന്ദപുരം. ഇത് ഇന്ററപ്റ്റ് ചെയ്ത് ഞാൻ പറയാണ്, ഇത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലം. മുരിയാട് തന്നെ ഉള്ളിൽ ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ആനന്ദപുരം. മുരിയാട് ആനന്ദപുരമാണ് ഈ സ്ഥലം. അതായത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ വരെ ഞാൻ വന്നു. ഞാൻ തിരിഞ്ഞാലക്കുടയിൽ നിന്ന് പെട്ടെന്ന് എത്തുന്ന വെച്ചാൽ, പക്ഷെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വീണ്ടും കുറെ നേരം ഇവിടേക്ക് സഞ്ചരിക്കണം. വളരെ ഉൾഗ്രാമമാണ്, നിറയെ പച്ചപ്പും പാടങ്ങളും ഒക്കെയുള്ള സ്ഥലം. അതിന്റെ ഇടയിലാണ് സിജിയുടെ വീട്. സിജി എന്തൊക്കെ കൃഷി എന്തൊക്കെയാണ്? ഇവിടെ വാഴയുണ്ട്, നെൽകൃഷിയുണ്ട്, പിന്നെ പച്ചക്കറികളുണ്ട്, ഇഞ്ചി, അങ്ങനെ എല്ലാം വലിയ തോതിലൊന്നും അല്ല, എല്ലാം ചെറുതാണ്. ഈ അവാർഡ് കിട്ടണമെങ്കിൽ പിന്നെ എന്തെങ്കിലും അല്ലല്ല, അവാർഡ് അതാണ് പറയണമല്ലോ. ഇത് പഞ്ചായത്തിന്റെ വാർഡിലേക്കാണ്. പഞ്ചായത്ത് അവാർഡല്ല, പഞ്ചായത്തിന്റെ തന്നെയാണ്, പക്ഷെ വാർഡ്, മുരിയാട് പഞ്ചായത്ത് വാർഡില് 3ാം വാർഡ് എന്ന് പറയുന്ന എന്റെ സ്ഥലത്തിന്റെ അവിടേക്കുള്ള കർഷകർക്കുള്ള അവാർഡാണ്. അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാം പ്രായം കൂടിയ ആൾക്കാരാണ്, കൃഷിയെ സ്നേഹിക്കുന്ന അമ്മാവന്മാരും ഒക്കെയാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ രവിചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആളാണ് ശരിക്കും പറഞ്ഞാൽ നെൽകൃഷിയുടെയും അതിന്റെയും ഒക്കെ കാര്യങ്ങൾ. എനിക്ക് ഇപ്പോഴും വാഴ വയ്ക്കാനും അല്ലെങ്കിൽ അതിന്റെ സംഭവങ്ങളും ഒക്കെ ഞാൻ ചോദിക്കുന്ന ആളോടാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആളോടാ ചോദിക്കുന്നത്. അപ്പൊ അവർക്കൊരു സന്തോഷം, എന്നെ പോലുള്ള ആള് അവരുടെ ഒപ്പം പാടത്തേക്ക് വരുന്നു, എല്ലാ കാര്യത്തിലും നിൽക്കുന്നു. അപ്പൊ ആ ഒരു സന്തോഷം കൂടി അവർക്കുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോ 9 വർഷമായി ഞാൻ ഇവിടെ സെറ്റിൽ ആയിട്ട്, ഈ 9 വർഷവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവരോടൊപ്പം കൃഷിക്ക് കൂടാറുണ്ട്. ഒരു സമരണത്തവണ പോലും പാടം ഒന്നും വെറുതെ ഇട്ടിട്ടില്ല. ബാക്കി കാര്യങ്ങൾ വളർത്തും എല്ലാം എപ്പോഴും പച്ചപ്പാണ്, എന്തെങ്കിലും എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് കണക്കാക്കിയിട്ട് അവരൊരു പ്രോത്സാഹനം പോലെ തന്നൊരു അവാർഡ്. സിജി, ഞാനിപ്പോൾ അഭിനയം ഒരു പാഷനാണ്, പിന്നെ കൊച്ചിലെ തൊട്ടുള്ള പാഷനാണ്. മാധ്യമമേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സഞ്ചാരം? അങ്ങനെ വലിയൊരു സൗഹൃദത്തിലുള്ള വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. വലിയൊരു തീർച്ചയായിട്ടും സൗഹൃദങ്ങൾ തന്നെയാണ് എന്റെ ജീവൻ എന്ന് പറയുന്നത്. ഇപ്പൊ അത് എനിക്കൊണ്ട് ഞാൻ പഠിച്ച മാറിയാണ്. ഇപ്പൊ ഡിഗ്രി മലയാളം പഠിച്ചു, MA അത് കഴിഞ്ഞു. അതിൽ സിനിമയും നാടകവും മെയിലെടുത്തു. അപ്പൊ നാടക മേഖലയിലേക്ക് അഭിനയിലൊരു സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് വന്നു. അതുവഴി പരിചയപ്പെട്ട വേറെ ഗ്രൂപ്പുകളും ട്രിവാൻഡ്രം മൊത്തത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും എല്ലാം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലായിരിക്കും എല്ലാവരെയും കാണുകയും മിണ്ടുകയൊക്കെ അല്ലെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ പോലും സൗഹൃദങ്ങൾ അങ്ങനെ തന്നെയുണ്ട്. ഒരിക്കലും നമ്മൾ കൂട്ടിവെച്ച സൗഹൃദങ്ങൾ ഒരിക്കലും പോയിട്ടില്ല. നേരെ നിൽക്കുന്നവരുണ്ട്, എഴുത്തുകാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു അവര് ചുറ്റുപാട് നിൽക്കുന്നോണ്ടാണ് നമ്മള് ഇങ്ങനെ എല്ലാ തരത്തിലും വായന സഞ്ചാരം അതൊക്കെ വായന നന്നായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ വായിക്കും ഇപ്പോഴും. അതെ, എന്തെങ്കിലും ഒരു സാധനം പൊതിഞ്ഞുകൊണ്ടിരുന്ന പേപ്പർ കിട്ടിയാൽ പോലും ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ട് കളയുന്ന ഒരു സ്വഭാവം ഇപ്പോഴും ഉണ്ട്. ഒരു പുസ്തകമുണ്ട് എന്റെ പേരില്, നാടകത്തിനെ കുറിച്ചിട്ടാണ്. മലയാളത്തിലെ സ്ത്രീപക്ഷ നാടകവേദി, ചരിത്രവും യാഥാർത്ഥ്യവും ഒരു അന്വേഷണം. അത് ചിന്ത പബ്ലിക്കേഷൻസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കുടുംബം എന്റെ ഭർത്താവിന്റെ പേര് പ്രദീപ് കുമാർ. ആള് ഗൾഫ് ടൈംസിന്റെ എഡിറ്ററാണ്. ഒരു മകളുണ്ട് പ്രവാഹി. ആളിപ്പോ 3ാം സ്റ്റാൻഡേർഡിൽ ഭർത്താവ് തൃശ്ശൂർ പ്രചോദിനികേതൻ കോളേജിലാണ് പഠിച്ചത്. അതെ. ആൾ അവിടെ പഠിച്ചു. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് അതെ, തീർച്ചയായിട്ടും. അമ്മയൊക്കെ ആദ്യം നാടകത്തിനൊക്കെ എതിരായിരുന്നെങ്കിലും പിന്നെ അവരൊക്കെ ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്തു. കാരണം ഞാൻ ചെയ്യുന്നൊരു വഴി നല്ലതാണ് അമ്മ എന്നുള്ളൊരു സാധനം പറയുമ്പോൾ അമ്മയായാലും അച്ഛനായാലും സഹോദരനായാലും ഒക്കെ അവർക്ക് അംഗീകാരമൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. അത് വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ അനിയന്റെ വൈഫ് മായ, പിന്നെ മകനുണ്ട്. അവർക്ക് കുഞ്ഞൊരു മകനുണ്ട്. ഞാൻ വീരു എന്ന് വിളിക്കുമെങ്കിലും അവർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സച്ചിനെ വിളിക്കാനാണ് പ്ലാൻ. അങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ പ്രദീപിന്റെ അമ്മയുണ്ട്, ഞങ്ങളോടൊപ്പം ഉണ്ട്. അമ്മ ടീച്ചറായിരുന്നു, ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അമ്മ നല്ല പ്രോത്സാഹനമാണ്. ഒരിക്കലും എനിക്ക് അമ്മായിയമ്മ ആയിട്ടേ ഇല്ല, എപ്പോഴും അമ്മ തന്നെയായിരുന്നു. കാരണം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ജോലി നേടണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ശരിക്കും വന്നു കഴിഞ്ഞാൽ ശാരദ ടീച്ചറുടെ വീട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. ഈ മുരിയുടെ ആദ്യം ചോദിക്കേണ്ടത് ശാരദ ടീച്ചറുടെ വീടാണ്. അപ്പൊ എനിക്കിവിടെ ആദ്യത്തെ ഹൈസ്കൂൾ ടീച്ചറാണ്. ഇവിടെ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ആദ്യത്തെ ടീച്ചറായിരുന്നു അമ്മ, ഹിന്ദി ടീച്ചർ. പ്രിയപ്പെട്ടവരെ, നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അവാർഡ്, പ്രത്യേക ജൂറി പുരസ്കാരം സിജി മാഡത്തിന്റെ ഉത്തരവാദിത്വം കൂട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ വരാൻ, ഇനിയും നേരത്തെയും അംഗീകാരങ്ങൾ കിട്ടുന്ന അംഗീകാരങ്ങൾ പറഞ്ഞില്ല മാഡം. അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
GCCയുടെ മികച്ച നടിക്കുള്ള അവാർഡുണ്ട് റേഡിയോ നാടകത്തിന്. ഉണ്ട്. പിന്നെ PJ ആന്റണി പാലോണയുടെ ഇതുപോലെ സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ട്. അത് ഋത്വിക് ബൈജു സംവിധാനം ചെയ്ത പകലുകളുടെ റാണി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനാണ്. അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് അവാർഡുകൾ മാത്രമല്ല, ഒരുപാട് ഒരു ജനകീയ താരമായി നമ്മുടെ സിജി മാഡം വരട്ടെ എന്ന്, ഇനി ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇത്രയും നേരം എന്റെ കൂടെ സംസാരിച്ചതിന്, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.